എൻ്റെ അടുത്ത് ഒരു കുട്ടിനെ കൊണ്ട് അമ്മ വന്നു. അമ്മ പറയുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കുട്ടി ഇപ്പം തീരെ പഠിക്കുന്നില്ല, പഠനത്തിൽ തീരെ ഉത്സാഹം കാണിക്കണില്ല, താല്പര്യം കാണിക്കണില്ല, എപ്പോഴും പുറത്തു പോയിട്ട് കളിയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വീട്ടിൽ കാണിക്കുന്നുണ്ട്. ആദ്യമൊന്നും ഇത്ര ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കണു. ദേഷ്യം പിടിക്കുന്ന സമയത്ത് സാധനങ്ങളൊക്കെ എറിയുക, അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ 10 വയസ്സാണുള്ളത്. ഇത് എപ്പം തുടങ്ങിയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഏകദേശം ഒരു 4 വയസ്സൊക്കെ ആയപ്പോഴാണ് ദേഷ്യം വല്ലാതെ കൂടി തുടങ്ങിയത്. ഇപ്പോൾ ആകുമ്പോഴാണ് കുട്ടിക്ക് ഭയങ്കര ദേഷ്യം കൂടുന്നതും പുറത്തു പോകുന്നതും അതേപോലെ പഠനത്തിൽ തീരെ താല്പര്യമില്ലാതായതും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഈ കുട്ടിയുടെ ദേഷ്യം വാശിയൊക്കെ കൂടി തുടങ്ങിയത്, അതുവരെ ഇല്ലാതിരുന്ന ദേഷ്യം കണ്ടു തുടങ്ങിയത് ഈ കുട്ടിക്ക് ഒരു അനിയനും കൂടി ഉണ്ടാവുന്ന സമയത്താണ്. ഈ അനിയൻ ഉണ്ടായിട്ട് 1 വയസ്സ് വരെ 1.5 വയസ്സ് വരെയൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവർ നല്ല സ്നേഹത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് കുട്ടിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത് എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ കൂടുതൽ സംസാരിച്ചപ്പോൾ ആ കുട്ടീനോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് അനിയനോട് തീരെ ഇഷ്ടമല്ല, അനിയന് ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെയാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അനിയൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവർക്കൊന്നും പ്രശ്നമല്ല, പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നോട് ചൂടാവുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അടി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അനിയൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ അതിനും എനിക്ക് അടി കിട്ടാറുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആ കുട്ടി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് അനിയനോട് ഭയങ്കര ദേഷ്യമുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഇതിനെയാണ് നമ്മൾ സിബ്ലിംഗ് റൈവൽറി എന്ന് പറയുന്നത്. അതായത് രണ്ടാമതൊരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് മിക്കവാറും മൂത്ത കുട്ടികൾക്ക് രണ്ടാമത്തെ കുട്ടീനോട് ഒരു അസൂയ ഉണ്ടാവും. ഈ അസൂയ ദേഷ്യമൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂത്ത കുട്ടികളിൽ ഏകദേശം 2-3 വയസ്സ് വരെയൊക്കെ ആ വീട്ടിൽ ആ കുട്ടി മാത്രമായിരിക്കും ഉണ്ടാവുക. എല്ലാ കുട്ടികളുടെയും അറ്റൻഷൻ, വിരുന്ന് വന്ന ആളുകളാണെങ്കിലും വീട്ടിലുള്ള വല്യച്ഛൻ വല്യമ്മ മുതൽ അച്ഛനും അമ്മയും എല്ലാ ആളുകൾക്കും ഈ കുട്ടിയായിരിക്കും എപ്പോഴും ഒരു പെറ്റായിട്ടുണ്ടാവുക. അതായത് എല്ലാ ആളുകളുടെയും അറ്റൻഷൻ ആ കുട്ടിയിലേക്ക് മാത്രമാണ് പോയിട്ടുണ്ടാവുക. എല്ലാവരും ഓനെടുത്ത് കളിപ്പിക്കുന്നു, ഓന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, ഓന് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. ചെറുതായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നാലെ നടന്ന് തീറ്റിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം രണ്ടാമതൊരു കുട്ടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അറ്റൻഷൻ ചെറിയ കുട്ടികളിലേക്ക് പോകും. അതിനു പുറമെ അമ്മ എപ്പോഴും ചെറിയ കുട്ടികളോട് കൂടെ നടക്കേണ്ടി വരും. ഏകദേശം 2 മാസക്കാലം 3 മാസക്കാലം ചെറിയ കുട്ടിനോട് കൂടെ തന്നെ ആയിരിക്കും അമ്മ ഉണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്ത് മൂത്ത കുട്ടികളെ അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടികളെ ശ്രദ്ധിക്കാൻ മിക്കവാറും സമയങ്ങളിൽ അമ്മമാർക്ക് പറ്റാറില്ല. പോരാത്തതിന് ചെറിയ കുട്ടി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും അറ്റൻഷൻ അതിലേക്ക് പോവുകയും അതുവരെ പെറ്റായിരുന്ന അതുവരെ കൺമണിയായിരുന്ന മൂത്ത കുട്ടി അവിടെ ഒറ്റപ്പെട്ട് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ആ സമയത്തൊന്നും ഒരു പക്ഷേ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുട്ടി ഇതിനെ റിയലൈസ് ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ ഒറ്റക്കാവുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കുട്ടിക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടാവുകയും ചെയ്യും. കുട്ടിക്ക് ഞാൻ ഒറ്റപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ബോധമൊന്നും കുട്ടിക്ക് ഉണ്ടാവില്ല. പക്ഷേ എവിടെയൊക്കെയോ ആ കുട്ടി ഒറ്റപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആ കുട്ടിക്ക് വന്നു തുടങ്ങിയും സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടിക്കാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾക്കാണ് അറ്റൻഷൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു അറ്റൻഷൻ കിട്ടുന്ന ആളോട് പ്രത്യേകിച്ചൊരു ദേഷ്യമൊക്കെ കാണിക്കുകയും ചെയ്യും. ഇത് സാധാരണഗതിയിൽ 2-3 വയസ്സുള്ള കുട്ടികളിലൊക്കെ തന്നെ കാണപ്പെടാറുണ്ട്. ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് വളരെ ചെറുതാകുന്ന സമയത്ത് പോയിട്ട് കിസ് ചെയ്യുകയൊക്കെ ചെയ്യും, തലോടൊക്കെ ചെയ്യും. പക്ഷെ ഒരു ഇത്തിരിയൊക്കെ വലുതാവുമ്പോൾക്ക് ചിലപ്പോഴൊക്കെ ഉപദ്രവിക്കാനും കാല് പിടിച്ചടിക്കാനും അല്ലെങ്കിൽ തലക്കിങ്ങനെ തട്ടാനും ഒക്കെ പതുക്കെ ഇങ്ങനെ തുടങ്ങും. അപ്പൊ ചിലപ്പോഴൊന്നും നമുക്കിത് ഉപദ്രവിക്കുകയാണെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ കുറച്ചൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ ഇപ്പോൾ ഈ കുട്ടിയുടെ കേസ് വന്നപ്പോൾ ഈ കുട്ടിക്ക് ഇപ്പോൾ 10 വയസ്സായി. 4 വർഷം വരെ, അതായത് ആ കുട്ടിയുടെ 4 വയസ്സ് വരെ ആ കുട്ടി തന്നെയായിരുന്നു വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നത്. ആ കുട്ടിയുടെ 5ാമത്തെ വയസ്സിലൊക്കെയാണ് അടുത്ത 2ാമത്തെ മോന് പറക്കുന്നത്. അപ്പോൾ 5 വർഷം പെറ്റായിരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് എല്ലാവരുടെയും അറ്റൻഷൻ ഈ കുട്ടിയിൽ നിന്ന് മാറിയിട്ട് പുതിയ കുട്ടിയിലേക്ക് മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 വയസ്സൊക്കെ ആയിട്ടുണ്ട്, കുറച്ചൊക്കെ ഒരു ബാക്കിയുള്ള ആളുകളുടെ ഒരു കൂട്ടുകെട്ടും സ്നേഹമൊക്കെ അനുഭവിച്ച് വരുന്ന ഒരു തുടങ്ങുന്ന ഒരു പ്രായമാണ്, പൊസസീവ്നെസ് ഒക്കെ വരുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് എല്ലാവരുടെയും അറ്റൻഷൻ മാറുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മാറിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയും ദേഷ്യം കാണിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടിനെ കാട്ടാൻ പാടില്ല അല്ലെങ്കിൽ അതിനോട് ദേഷ്യം കാട്ടാൻ പാടില്ല എന്നുള്ള ഒരു ബോധമൊക്കെ ആ കുട്ടിക്ക് ഉണ്ടാവും. പക്ഷേ ഒറ്റപ്പെടുന്നതിൻ്റെ ഫ്രസ്ട്രേഷനും ആ കുട്ടിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ദേഷ്യം കാണിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ഈ ഫ്രസ്ട്രേഷൻ കൂടിയത് കൊണ്ടായിരുന്നു ആ കുട്ടിക്ക് ശരിക്കും പഠനത്തിൽ താല്പര്യം കുറഞ്ഞതും വീട്ടിൽ നിൽക്കാൻ
ഇഷ്ടമില്ലാതായതും പാരൻസിനെ പോലും ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെ ആ കുട്ടി മാറിപ്പോയത്. അപ്പോൾ സിബ്ലിംഗ് റൈവൽറി എന്ന് പറയുന്ന സംഗതി തുടങ്ങുന്നത് വീട്ടിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു അറ്റൻഷൻ പെട്ടെന്ന് വേറൊരാളുടെയിലേക്ക് മാറുകയാണ്. ഇതിന് പുറമെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കുട്ടിക്ക് ചിലപ്പോഴൊക്കെ ഏതെങ്കിലും മേഖലകളിൽ, ഇതുവരെ കാണാത്ത ഏതെങ്കിലും മേഖലകളിൽ ചെറിയൊരു സ്കിൽ ഉണ്ടാവും, കുറച്ച് സ്മാർട്ട്നെസ് ഒക്കെ കൂടുതലുണ്ടാവും. ഇതും കൂടി കാണുന്ന സമയത്ത് മൂത്ത ആൾക്ക് തോന്നും രണ്ടാമത്തെ ആള് തന്നെക്കാൾ കഴിവുള്ള ആളുകളാണ് എന്നുള്ള രീതിയിലൊക്കെ മൂത്ത ആൾക്ക് തോന്നാൻ തുടങ്ങും. അപ്പോൾ അതിനോട് കൂടിയുള്ള ഒരു അസൂയയും കൂടി ഈ ദേഷ്യത്തിന് വകവെക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ സിബ്ലിംഗ് റൈവൽറിയിലേക്ക് നയിക്കാനുള്ളത്. ഈ ഒരു അസൂയയും ഈ ദേഷ്യവും ഒക്കെ പിന്നെ പതുക്കെ ഒരു വൈരാഗ്യമായിട്ട് മാറുകയും ആ മറ്റേ ആളെ നശിപ്പിക്കാനുള്ള ഒരു ത്വര വല്ലാതെ കൂടുകയും ചെയ്യും. ഈ നശിപ്പിക്കുക എന്ന് പറയുന്നത് കൊല്ലുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല കേട്ടോ. അത് അവരെ ഉപദ്രവിക്കുക, അവരുടെ കഴിവിനെ അല്ലെങ്കിൽ അവരുടെ കഴിവിനേക്കാളും നമ്മൾ ഉയരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ മറ്റേ ആളെ ചവിട്ടി താഴ്ത്തുക അല്ലെങ്കിൽ ഇകയത്തുന്ന പോലെ സംസാരിക്കുക, കളിയാക്കൽ കൂടുക, ഇതൊക്കെ ഈ സിബ്ലിംഗ് റൈവൽറിയുടെ ഭാഗമായിട്ട് ചിലപ്പം കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളിലൂടെയാണ് ഈ സിബ്ലിംഗ് റൈവൽറി ഉണ്ടാവുന്നത്. ഈ സിബ്ലിംഗ് റൈവൽറി ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള ആളുകളാണ് അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ പ്രായമാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ രണ്ടാമതൊരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഈ അറ്റൻഷൻ വല്ലാതെ ഒരു കുട്ടിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കുകയും ചെറിയ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് മൂത്ത ആളെയും ആ കുട്ടീനെ പോലെ തന്നെ പരിഗണിക്കാനും അവർക്ക് വേണ്ട അറ്റൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റണം. സ്വാഭാവികമായിട്ടും അമ്മ ചെറിയ കുട്ടിയിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും എന്നുണ്ടെങ്കിലും മൂത്ത ആൾക്ക് അത്രയും സ്നേഹവും അത്രയും ഒരു അറ്റൻഷനും അപ്പോഴും കൊടുക്കാൻ പറ്റണം. അത് പക്ഷെ വേറെ ആരെങ്കിലും കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. അതായത് ആ വീട്ടിൽ തന്നെയുള്ള അല്ലെങ്കിൽ മൂത്ത ആളുകൾ അല്ലെങ്കിൽ വല്യച്ഛനോ വല്യമ്മയോ അല്ലെങ്കിൽ ഇത്താത്തയോ അവർ മാത്രം കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. എപ്പോഴും മക്കൾക്ക് ഏറ്റവും വലുതായിട്ടുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം തന്നെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അതുവരെ കൊടുത്തിരുന്ന അറ്റൻഷൻ അപ്പോഴും കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഈ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിനോടൊരു ദേഷ്യവും വൈരാഗ്യമൊക്കെ കണ്ടു തുടങ്ങും. ഇത് പിന്നീട് സിബ്ലിംഗ് റൈവൽറിയിലേക്കും ഒരു വൈരാഗ്യത്തിലേക്കൊക്കെ നയിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വല്ലാതെ ഒരു സിബ്ലിംഗ് റൈവൽറി ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഇപ്പം വല്ലാതെ ദേഷ്യവും വാശിയും കുട്ടിനോട് രണ്ടാമത്തെ കുട്ടിനോട് ഭയങ്കര വൈരാഗ്യമൊക്കെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക. ഈ സിബ്ലിംഗ് റൈവൽറി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് മിക്കവാറും സാഹചര്യങ്ങളിൽ. വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.